തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ സാറ്റ്സ് കമ്പനിയിലെ കരാർ ജീവനക്കാർ നടത്തിയ സമരം അവസാനിപ്പിച്ചു. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള വർധനയ്ക്കും ബോണസ് നൽകാനും തീരുമാനമായി. ഇന്നലെ രാത്രി 10 മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കരാർ ജീവനക്കാർ സമരം ആരംഭിച്ചത്. സമരം അവസാനിച്ചതായി കരാർ ഒപ്പിടുകയും ചെയ്തു. റീജിയണൽ ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ മിനിറ്റിൽ യൂണിയനുകളും മാനേജ്മെന്റും ലേബർ കമ്മീഷണറും ഒപ്പിട്ടു. അത്തരത്തിൽ സമരം നമ്മൾ അവിടെ വെച്ച് പിൻവലിച്ചതായി അവരെ അറിയിക്കുകയും ഇവിടെ ഇപ്പം പബ്ലിക്കായി നമ്മളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ പ്രധാനമായും കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇന്നലെ മാധ്യമങ്ങളുമായി നമ്മൾ പങ്കുവച്ചതുപോലെ തന്നെ വേതനവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഹൈലി സ്കിൽഡായ ഒരു വിഭാഗത്തിൻ്റെ വേതന കാര്യത്തിൽ ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. ബോണസിൻ്റെ കാര്യത്തിലും മാനേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നലെ രാത്രി സമരം ആരംഭിച്ച സമയത്ത് അവരൊരു മെസ്സഞ്ചർ അയച്ചതുവഴി ഞങ്ങൾ നിർദ്ദേശിച്ച 1000 രൂപയുടെ വർധനവ് 17,000 കഴിഞ്ഞ വർഷം കൊടുത്തു. അതിനോടൊപ്പം 1000 കൂട്ടി 18,000 എന്ന തരത്തിൽ ഇപ്പോൾ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. ബോണസ് 1000 രൂപ. അതുപോലെ തന്നെ വേതനത്തിൻ്റെ കാര്യത്തിൽ ലോഡിംഗ് വിഭാഗത്തിലെ തൊഴിലാളി, അതായത് ഞങ്ങൾ S1, S2 കാറ്റഗറി എന്ന് ആ കമ്പനി വിളിക്കുന്ന ആ വിഭാഗത്തിലെ തൊഴിലാളികളുടെ ശമ്പളത്തിൽ ഏകദേശം 20% വർധനവ് വരുത്തുന്ന 2,700 രൂപ ഇക്കൊല്ലവും അടുത്ത വർഷം അതിനോടൊപ്പം 300 രൂപ ചേർത്ത് 3,000 രൂപയുമാക്കി വർധനവ് ഡിക്ലെയർ ചെയ്തു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഇന്നലെ രാത്രി തുടങ്ങിയ സമരമാണ് ഇപ്പോൾ അവസാനിച്ചത്. എന്തൊക്കെയായിരുന്നു ഈ കരാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ? എന്ത് ധാരണയുടെ പുറത്താണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചത്? അമൃത, തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാറ്റ്സിലെ 100-ലധികം വരുന്ന കരാർ തൊഴിലാളികളാണ് ഇന്നലെ രാത്രി മുതൽ സമരം ആരംഭിച്ചത്. 2022 ശേഷം അവർക്ക് ഒരു തരത്തിലുമുള്ള ശമ്പള പരിഷ്കരണമോ അല്ലെങ്കിൽ ബോണസിനകത്തോ കൃത്യമായിട്ടുള്ള ഒരു ഏകീകരണമോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ആരോപിച്ചായിരുന്നു 100 കണക്കിന് വരുന്ന തൊഴിലാളികൾ സംയുക്തമായിട്ട് സമരം തുടങ്ങിയത്. ആ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതായത് മാനേജ്മെന്റുമായിട്ട് അല്പസമയം മുമ്പ് ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ചർച്ചയുണ്ടായിരുന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇപ്പോൾ ഈ തൊഴിലാളികളെല്ലാം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ മാനേജ്മെന്റ് പ്രതിനിധികൾ തയ്യാറായത്. ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണമായിരുന്നു. ആ ശമ്പള പരിഷ്കരണം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഇപ്പോൾ മാനേജ്മെന്റ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവർ വിവിധ കാറ്റഗറികളായിട്ട് ജോലി ചെയ്യുന്ന S1, S2 വിഭാഗത്തിൽപ്പെടുന്ന ലോഡിംഗ് തൊഴിലാളികൾക്ക് 2,700 രൂപ വരെ ശമ്പള വർധനവ് നൽകാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രധാനമായിട്ടും സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന S1, S2 വിഭാഗത്തിലെയും അതുപോലെ തന്നെ S3, S4, S5 വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്കും കൃത്യമായിട്ടുള്ള വേതന പാക്കേജിനകത്ത് വർധനവ് വരുത്താൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള വേതനത്തിലൊരു ഏകീകൃത ഘടന ഉറപ്പുവരുത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായിട്ടുള്ള വേതനത്തിൽ ഒരു ഏകീകൃത ഘടന കൊണ്ടുവരാൻ മാനേജ്മെന്റ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവർ സമരം പിൻവലിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബോണസ് കൃത്യമായിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 17,000 രൂപയായിരുന്നു ബോണസ്. അതിനകത്ത് 1,000 രൂപ കൂട്ടി 18,000 രൂപയാക്കി നൽകാനും മാനേജ്മെന്റ് തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തി വന്നിരുന്നത്. ആ സമരം ഇപ്പോൾ പിൻവലിച്ച് മുഴുവൻ സംയുക്ത സമരസമിതി പ്രവർത്തകരും തൊഴിലാളികളും സമരപന്തലിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറി ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. സംയുക്ത സമരസമിതി CITU, INTUC, BMS അടക്കമുള്ള 3 തൊഴിലാളി സംഘടനയുടെയും നേതൃത്വത്തിലായിരുന്നു ഇന്നലെ രാത്രി മുതൽ സമരം ആരംഭിച്ചത്. ആ സമരമാണ് ഇപ്പോൾ ഫലം കണ്ടത്. ആ സമരത്തെ തുടർന്ന് വിമാന സർവീസുകളുടെ പ്രവർത്തനത്തെ അടക്കം സാരമായി ഇത് ബാധിച്ചിരുന്നു. യാത്രക്കാർക്കടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ സമരമാണ് ഇപ്പോൾ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഫലം കണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അമൃത, തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.